അച്ഛൻ നാരായണനും ചക്കനും പറ്റി കൊറേ സമയമായല്ല. രാവിലെ പോയിട്ടില്ല. രാവിലെ ചക്കൻ എപ്പോഴും ശ്വാസം മുട്ടണക്കനെയാന്ന് കളിച്ചിട്ട് വന്ന പരിയാർത്താ പോയിനി കാണിക്കാൻ വേണ്ടിട്ട്. നോക്കിട്ട് വരാ പറഞ്ഞിട്ട്. പരിയാരത്ത് പോയാൽ വേഗം വരാനല്ല. അതെ അവിടെ എത്തണ്ടായി. അച്ഛാ ഇപ്രാവശ്യത്തെ മുളലിലും പൊള്ളന്നല്ലേ? പച്ച പൊള്ളാണ്. ഇതൊന്നും ഇങ്ങനെ വരുന്നിനി ഒന്നും ഉള്ളില്ല അല്ലേ? ഇതാ അത് നല്ലതുണ്ട് നല്ലതുണ്ട്. ഇത് ഉണക്കിയിട്ടുണ്ടല്ല പൊടിക്കുക, പൊടിച്ചിട്ട് ചേറി കളയാ. പിന്നെ ഒന്നും ഉണ്ടാവൂല. നല്ലതേ എടുക്കണ്ടു. മറ്റൊന്നിന് പൊള്ളെടുക്കണ്ടല്ലോ. ഞാനിപ്പോ അങ്ങനല്ല, അത് കുറച്ചെണ്ണ ആക്കി വെച്ചിരുന്നതാ. ഒന്നും ആക്കണ്ടത്ര വരുമ്പോ ഒന്നും കൊണ്ടുവരോക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ചായ പിടിച്ച് വരായിരുന്നല്ലേ? വിശക്കാൻ തുടങ്ങിയില്ലേ? നീ ചായ പിടിക്കണ്ട പറഞ്ഞിട്ടല്ലേ? ബിസ്ക്കറ്റ് കുഞ്ഞിക്ക് കൊടുക്കണേ. അച്ഛന്ന് പരിപാടി എന്നാന്ന് പരിപാടി? എന്ന് പരിപാടി മുളകല്ലും പൊള്ളാന്ന് അരക്കാൻ വരെ കിട്ടൂല. നിങ്ങ എത്ര സമയമായി പോയിട്ട്? ആസ്പത്രി പോയ പിന്നെ പെട്ടെന്ന് വരാൻ കഴിയാ? കാണിക്കാണ്ട് വരാൻ കഴിയാ? അല്ല പോലെ തിരക്ക് കുറവാണ്ടായിനല്ലേ? ഓ മുളകെല്ലാം പൊള്ളാന്നല്ലേ? ഇതാ കുറച്ച് ചിക്കൻ. ഇതാ ഈനിടക്കടെ നിങ്ങൾ ചിക്കൻ മേടിക്കാൻ പോയി. ഞാനൊന്നും കറിയാക്കിട്ടെന്നാ കൊണ്ട വേഗാക്കട്ടെ. നീ കറി വെച്ചിട്ട് സമയം 12:07 ചിക്കൻ വാങ്ങിട്ട് നീ എന്നാ കറിയാക്കല്? നിങ്ങൾ മീൻ കൊണ്ടുവരും വിചാരിച്ചിട്ടല്ലേ? മീനല്ല, ചിക്കനാണ്. നിങ്ങൾ പുളിശ്ശേരം വെച്ചൂടെ പറയുന്ന കറി? ഞാൻ വരുന്നേ ആക്കിട്ട്. വാനം പാടി ഏതു തീരങ്ങൾ തേടുന്ന ഫോൺ ഇവിടെ കൊണ്ട് ചാടിയിട്ട് കുറച്ച് വെള്ളം ഇട്ടാ കുടിക്കാൻ. അപ്പൊ ഇന്നത്തെ ചിക്കൻ കറി ഞാനാ തയ്യാറാക്കുന്നത്. അപ്പൊ ലത കുറെ അലക്കി പോയി, നമ്മ അലക്കി ക്ഷീണം പിടിച്ചു പോയത്. അപ്പൊ ഞാൻ ഏതായാലും ഒന്ന് സഹായിക്കാൻ വെച്ചു. ഒന്ന് ചിക്കൻ കറി ആക്കി കൊടുക്കുക. പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ചിക്കൻ കറിയാണ് എൻ്റെതായ സ്റ്റൈലില്. അപ്പൊ നമ്മുടെ ചിക്കൻ എന്താ നല്ല വൃത്തി കഴുകി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. സവാള കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. തക്കാളി, അതുപോലെ തന്നെ നമ്മുടെ ഇതാ പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് മസാലപ്പൊടികൾ, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയെ. എന്നാ പിന്നെ ചട്ടി നല്ല വൃത്തി ചൂടായേ, നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയിൽ ഏകദേശം ഒന്ന് വയറ്റി ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പച്ചമുളക്, നമ്മുടെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് 3 കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളകൊന്ന് മാറിട്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. മിക്സാട്ടെ. അപ്പൊ വേവട്ടെ, അടച്ചു കൊടുക്കാം. ഇപ്പൊ എന്തായി നോക്കട്ടെ, കുറച്ച് സമയമായി. അപ്പൊ ചിക്കൻ നല്ലോണം വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്ത് കൊടുത്ത ഒരു തുള്ളി വെള്ളം ഒഴിച്ചിനെ. നമ്മ കുറച്ച് ചാറായിക്കോട്ട് വിചാരിച്ചിട്ട് കറി പറയാനൊന്നും ഇല്ല. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് വറ്റട്ടെ.
അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ. ഇതിലേക്ക് കുറച്ച് പത്ത് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കുന്നുണ്ടേ. ലേശം കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കേ. ഫ്രഷ് കറിവേപ്പില. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. അപ്പോ ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് പുതിയ ചട്ടിയാണ് കേട്ടാ. പുതിയ ചട്ടിയാണ്. അത് ഇന്നലെ അല്ലാതെ കനിച്ചു വെച്ചതാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം കൂടി ഞാൻ ചിക്കൻ കറി വെച്ച് നിർവഹിച്ചോട്ടാ. അപ്പോ ചിക്കൻ കറിക്ക് ഓരോ കഥ വന്നിട്ടുണ്ട്. ഞാൻ വെച്ച ചിക്കൻ കറി ആദ്യം അച്ഛനമ്മക്ക് തന്നെ. ചാറുണ്ടേ. അച്ഛനമ്മ ചോറ് കഴിച്ചോമ്മ. അത്ത ചോറ് കഴിച്ചിട്ടല്ല. ചോറ് കഴിച്ചിട്ടല്ല. കറി ഇതാ ചിക്കൻ കറിയാണ്. ഇടുന്ന വെച്ച് നീ പയറാ കേട്ടാ. ആദ്യം കുറുകിയിട്ട കുറച്ച് ചാറാക്കി ചാറ് കഴിച്ചോ. കസുണ്ടോക്കറാ എരിവൊന്നും കസുണ്ടാ. കുറച്ചും കൂടെ ഒന്ന് കുറുകണായിരുന്നു. ഞാൻ പിന്നെ നിങ്ങൾക്ക് സമയം വൈകുമ്പോ ചേച്ചിട്ട് വേഗം കോരി എടുത്തതാണ്. ആ കുറച്ച് കുറുക വയ്ക്കുമ്പോ നിങ്ങൾക്ക് സമയം വൈകൂലേ. എന്നാ കഴിച്ചോ. അപ്പൊ കറി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. ഇതാ ഇന്നത്തെ ഇവരെ കറി ഇതാ. അപ്പൊ ഞാൻ ചോറ് വയ്ക്കേ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി അന്നേരം നേരത്തെ കോരുമ്പോ കുറച്ച് ലൂസാണ് വെക്കണം. ഇപ്പൊ നല്ല ഇതാ കുറുകി കേട്ടാ. കറിയെല്ലാം നല്ല കുറുകിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ അവര് ഒന്നരക്കന്നെ കൃത്യമായി കഴിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് കൊണ്ടു കൊടുത്തിട്ടെങ്കിൽ ഇപ്പൊ കറി നല്ല ഇതാ ഒന്നും കൂടെ നല്ല കുറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ കഴിക്കേ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ആടുന്ന് തറവാട്ടിന്ന് ഇതാ പയറും മമ്പയർ കറിയും മത്തിക്കറിയും കിട്ടീനെ. നോക്കട്ടെ ചിക്കൻ. ചാറിൽ നല്ല കുറി എന്താ സംഭവം നല്ല കറിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല, സംഭവം സൂപ്പർ കറി. മസാല നല്ല പാകത്തിനുണ്ട്. ഇതുപോലെ വെച്ചിട്ട് നല്ല കുറുക്കി എടുത്താൽ മതി. മമ്പയർ അമ്മ വാങ്ങിയിട്ട് വെച്ച മത്തിക്കറി, കുഞ്ഞു മത്തി. ഓ പൂച്ച തരാട്ടാ. ഇന്ന് ഇഷ്ടംപോലെ കറി. നമ്മുടെ കഴിക്കട്ടെ. അവളുടെ കഴിക്കണം അത്ര കേട്ടാ. അവളോട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല. നഷൂസ്ക്ക് പോയിട്ടാല്